ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള UG-PG പ്രവേശന നടപടികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 10 വരെ വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ 28 UG-PG പ്രോഗ്രാമുകളിലേക്കും 3 സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം ക്ഷണിച്ചിരിക്കുന്നത്. ഈ അധ്യയന വർഷം MBA, MCA പ്രോഗ്രാമുകളും ആരംഭിക്കും. നൈപുണ്യ വികസനം, ഇരട്ട ബിരുദത്തിനുള്ള അവസരം, പബ്ലിക് ഡിജിറ്റൽ ലൈബ്രറി, പരീക്ഷാ നടത്തിപ്പിലെ കൃത്യത, അന്താരാഷ്ട്ര സാഹിത്യ, സാംസ്കാരിക, കായിക മത്സരങ്ങൾ എന്നിവ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 23 LSC ആയിരുന്നു. ഇത്തവണ നമ്മൾ ഒറ്റയടിക്ക് 45 LSC ആക്കി. അതായത് കുട്ടികൾക്ക് എളുപ്പം വന്നു പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി നേരെ ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു LSC എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. 3 lakhs to 6 lakhs ഒക്കെ ഒരു പെർ മന്ത് LSCക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വന്ന് പഠിക്കത്തക്ക രീതിയിലുള്ള. ഈ തവണ മലപ്പുറത്ത് നേരത്തെ ഒരു മലപ്പുറം ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളൂ. ഇത്തവണ 3 LSC കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം. എന്ന് വെച്ചാൽ ലൊക്കേഷൻ മലപ്പുറം ഒരു വലിയ ഡിസ്ട്രിക്ട്സ് അല്ലേ, അപ്പൊ അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് വന്ന് പഠിക്കാനായിട്ട് ഒന്ന് MES പൊന്നാനി കോളേജ്, ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നിലമ്പൂർ, അങ്ങനെ 3 പുതിയ LSC നമ്മുടെ മലപ്പുറം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ 55,000 സ്റ്റുഡൻസോളം പഠിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും പഠിക്കാം, ഏത് ഡിഗ്രി. അതുകൊണ്ട് TC വേണ്ട, ഏജ് ലിമിറ്റ്സ് ഇല്ല, റിസർവേഷന്റെ ഹാർഡിൽസ് ഇല്ല. പഠിക്കാൻ താല്പര്യമുണ്ടോ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ അവസരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസിന് ഈ വർഷം തറക്കല്ലിടുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ VP പ്രശാന്ത്, ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം.